ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ കുമളിയിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ വന്നതായിരുന്നു. ഇപ്പം ഞങ്ങൾ ചെന്നൈക്ക് തിരിച്ചു പോകുന്നു. കുമളിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്രയാണ് ഈ വ്ളോഗ്. അപ്പോൾ കുമളിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള റോഡിൻ്റെ കണ്ടീഷനും പിന്നെ ടോളിൻ്റെ വിവരങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുമളി ടൗണിൽ നിന്ന് ചുരത്തിലേക്ക് കയറി. കുമളിയിൽ നിന്ന് 9 മണിക്കൂർ എടുക്കും ചെന്നൈക്ക്. ഞങ്ങൾ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ എപ്പോഴും വാളയാർ വഴിയാണ് നാട്ടിലേക്ക് പോകുന്നതും വരുന്നതും. ഒരു പ്രാവശ്യം ഞങ്ങൾ ബോഡിമെട്ട് വഴി നാട്ടിലേക്ക് പോയി, പിന്നെ ഒരു പ്രാവശ്യം തിരിച്ചു പോയപ്പോൾ കമ്പമെട്ട് വഴിയും പോയി. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. ഞങ്ങൾ ഇന്നലെ തേക്കടിയിലായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് ഈ തവണ തേക്കടി വഴിയാണ് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുമളി വഴി നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത്. കോട്ടയം ഭാഗത്തേക്കൊക്കെ ചെന്നൈയിൽ നിന്ന് പോകുന്നവർ എപ്പോഴും കുമളി വഴിയാണ് കേട്ടോ പോകുന്നത്. കുമളി വഴി വളരെ എളുപ്പം, വാളയാറിനേക്കാളും വളരെ എളുപ്പം കോട്ടയം ഭാഗത്തേക്കൊക്കെ എത്താൻ പറ്റും. പക്ഷേ ഈ ശബരിമല സീസണുള്ള സമയത്ത് നല്ല തിരക്കുള്ള ഒരു ചുരമാണ് കേട്ടോ ഇത്. ഇന്ന് ഡിസംബർ 31. അപ്പം ഇന്നലെ ശബരിമല നട തുറന്നായിരുന്നു. അതുകൊണ്ട് ഇന്ന് നല്ല ട്രാഫിക് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് എല്ലാവരും. അതുകൊണ്ട് അതിരാവിലെ ഞങ്ങളോട് യാത്ര ചെയ്യാൻ പറഞ്ഞു. അതിരാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് വണ്ടികളൊന്നും കാണുന്നില്ല. നല്ല സ്മൂത്തായിട്ട് നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബോഡിമെട്ട് കമ്പമെട്ട് ചുരങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുമളി ചുരത്തിന് നല്ല വീതിയുണ്ട് കേട്ടോ. പക്ഷേ നല്ല തിരക്കുള്ളൊരു ചുരമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ശബരിമല സമയത്ത് രാത്രിയും ഈ റൂട്ടിൽ നല്ല തിരക്കായിരിക്കും. അപ്പം ഇപ്പോഴും വളരെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിച്ച് ചുരം കയറാനും ഇറങ്ങാനും. റോഡ് ഇങ്ങനെ ഫ്രീ ആണെങ്കിലും വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ചുരം ഇറങ്ങാനും കയറാനും. വളവിലൊക്കെ സൂക്ഷിച്ച് വേണം തിരിക്കാൻ. ഇടയ്ക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൊരു ചുരമാണിത്. കുമളിയിൽ നിന്ന് നമ്മൾ കമ്പം തേനി ഭാഗത്തേക്ക് ചുരം വഴി വരുമ്പോൾ ഉള്ള ഒരു പ്രധാന അട്രാക്ഷൻ ആണ് കേട്ടോ ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ. ഇത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും താഴെ ലോവർ ക്യാമ്പ് പവർ സ്റ്റേഷനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ്. ഞങ്ങൾ അങ്ങനെ താഴെ എത്തി കേട്ടോ. വളരെ പെട്ടെന്ന് എത്തിയ പോലെ ഞങ്ങൾക്ക് തോന്നി. ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ 15 മിനിറ്റ് എടുക്കുന്ന സ്ഥലത്ത് ചിലപ്പോഴേക്കും 1 മണിക്കൂർ വരെ കിടക്കേണ്ടി വരാറുണ്ട് കേട്ടോ തിരക്കുള്ളപ്പോൾ. ഇതിപ്പോൾ അതിരാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ ഈസി ആയിട്ട് ഞങ്ങൾ താഴെ എത്തി. കുമളിയിൽ നിന്ന് കമ്പത്തിന് വരുന്ന വഴിക്ക് റോഡിന്റെ 2 സൈഡിലും മുന്തിരിപ്പെട്ടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഏരിയയിൽ ഒരുപാട് മുന്തിരി തോട്ടങ്ങളുണ്ട്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ചെന്നൈക്ക് വരുമ്പോൾ വേണമെങ്കിൽ മുന്തിരി വാങ്ങിയിട്ട് പോവാം, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് മുന്തിരി വാങ്ങിയിട്ട് പോവാം. അപ്പം ഇവിടെ മുന്തിരിത്തോട്ടങ്ങൾ കാണാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് കേട്ടത്. അപ്പം പറ്റിയാൽ ഒരു മുന്തിരിത്തോട്ടവും കാണാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ പോകുന്ന വഴിയിൽ MSR ഗ്രേപ്പ് എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ട് അവിടെ നിർത്തി. ഞങ്ങൾ വേറെ കുറേ വീഡിയോസിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടായിരുന്നു MSR ഗ്രേപ്പ് ആളുകൾ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് അന്വേഷിക്കുകയാണ്. കാരണം ഇപ്പോൾ സമയം 7 മണി, അതും ഞായറാഴ്ചയാണ്. അപ്പോൾ ആളുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് ആളുണ്ടെങ്കിൽ നമുക്ക് മുന്തിരിത്തോട്ടം കൂടി കാണാം. 1
അപ്പം ഞങ്ങൾ MSR ഗ്രേപ്പിനുള്ളിലേക്ക് കടന്നു കേട്ടോ. ഏട്ടാ ആ സൈഡിലാണ് മുന്തിരി ഉള്ളു, ഈ സൈഡിൽ മുന്തിരി ഇല്ല. മുന്തിരി പറിച്ച 500 ഫൈനാണ്. മുന്തിരിത്തോട്ടം കാണാൻ വരുമ്പോൾ മുന്തിരി പറിക്കരുത്, മുന്തിരി പറിച്ചു കഴിഞ്ഞാൽ 500 ഫൈനാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് പോവാം, പക്ഷേ മുന്തിരി പറിക്കാൻ പറ്റത്തില്ല. ഇന്നലെ ഞങ്ങൾ തേക്കടി കാണാൻ പോയപ്പോൾ തേക്കടിയിൽ നിന്ന് മേടിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് മുന്തിരി കാണാൻ വന്നിരിക്കുന്നത്. മിന്നു ഹായ് പറയൂ. ഞങ്ങളിവിടെ മുന്തിരിത്തോട്ടത്തിൽ ഇറങ്ങിയിട്ട് ഒരു ഏകദേശം 3/4 മണിക്കൂറായി. മുന്തിരിത്തോട്ടമൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ അടുത്തൊരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. മുന്തിരിയൊക്കെ വാങ്ങിയിട്ട് പോകാൻ പറ്റും നമുക്ക് ഇവിടുന്ന്. മുന്തിരി മാത്രമല്ല, മുന്തിരിയുടെ ജ്യൂസും സ്ക്വാഷും ഒക്കെ വൈനും ഒക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാം. പിന്നെ കുമളിയിൽ നിന്ന് കൊടൈക്കനാൽ പോകുന്ന കുറേ മലയാളീസൊക്കെ ഇവിടെ ഇറങ്ങി മുന്തിരിത്തോട്ടമൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ആണെങ്കിൽ. എത്ര കിലോ മേടിച്ചു? 4 കിലോയാ? എത്ര രൂപ? 60 രൂപ. അപ്പൊ റീറ്റെയിൽ റേറ്റിന് തന്നെയല്ലേ തരുന്നതെന്ന് തോന്നണോ? അറിയത്തില്ല. ഇനിയിപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പം നമ്മൾ കയറിയ മുന്തിരിത്തോട്ടത്തിൻ്റെ സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റുകളുടെ ബോർഡുകളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും തന്നെ തുറന്നിട്ടില്ലായിരുന്നു. ഒരു ചായയും സ്നാക്സും കിട്ടുന്ന ഒരു ചെറിയൊരു കട മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കേട്ടിട്ടുള്ളത് കമ്പം തേനി റൂട്ടിൽ അധികം റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല എന്നാണ് കേട്ടത്. ഇപ്പം നമ്മൾ ചെന്നൈയിൽ നിന്ന് ഉളുന്തൂർപേട്ടയൊക്കെ വരുന്ന വഴിക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ടല്ലോ, അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളൊന്നും ഹൈവേയുടെ സൈഡിൽ ഇല്ല എന്നാണ് കേട്ടത്. അപ്പം ഇനി കാണുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കണം, അതാണ് ലക്ഷ്യം. കുമളിയിൽ നിന്ന് ചെന്നൈക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ടോൾ ഗേറ്റ് എത്തി കേട്ടോ. ഇവിടുന്ന് തേനിക്ക് 11 കിലോമീറ്റർ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് കേട്ടോ നമ്മൾ ബോഡിമെട്ട് വഴി മൂന്നാർ പോകുന്നത്. ഈ വഴിക്കാണ് ഞങ്ങൾ ഈ തവണ നാട്ടിൽ പോയത്. ഞങ്ങൾ ആ മുന്തിരിത്തോട്ടത്തിൽ കയറിയപ്പോൾ ഒരു ബസ് നിറയെ മലയാളീസ് അവിടെ മുന്തിരിത്തോട്ടം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കൊടൈക്കനാൽ പോകുന്ന വഴിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ കുമളി വഴി വരുവാണെങ്കിലും അതുപോലെ ബോഡിമെട്ട് വഴി വരുവാണെങ്കിലും കമ്പമെട്ട് വഴി വരുവാണെങ്കിലും ഒക്കെ നമ്മൾ ഈ വഴിക്കാണ് കൊടൈക്കനാൽ പോകുന്നത്. കുറച്ചുകൂടെ മുൻപോട്ടേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കൊടൈക്കനാലിൻ്റെ ലെഫ്റ്റ് തിരിഞ്ഞു പോകും. അങ്ങനെ അവസാനം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ചു. ഈ റൂട്ടിലെ റെസ്റ്റോറൻറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. ഞങ്ങൾ ചെറിയ ടൗണുകളൊക്കെ പാസ് ചെയ്ത് വന്നെങ്കിലും അവിടെയെല്ലാം കുഞ്ഞു കടകളേ ഉള്ളൂ. അത്യാവശ്യം വൃത്തിയുള്ള ബാത്റൂം സൗകര്യമുള്ള റെസ്റ്റോറൻറ്റ് ഇപ്പോഴാണ് കിട്ടിയത്. നല്ല അടിപൊളി പൊങ്ങലാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ മൂന്നാറിന് തിരിഞ്ഞു പോകുന്ന ആ ജംഗ്ഷന് മുമ്പായിട്ടാണ് കേട്ടോ വരുന്നത്. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കേരള റൈസ് അവൈലബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തുറന്നിട്ടില്ല, ഉച്ചയാകുമ്പോൾ തുറക്കുമായിരിക്കും. അപ്പോൾ കേരള റൈസ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ കയറിയും കഴിക്കാം. ഇപ്പൊ സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു 3/4 മണിക്കൂർ ബ്രേക്ക് എടുത്തെന്ന് തോന്നുന്നു. ഇനി ഉച്ചയ്ക്ക് നിർത്തോളൂ എന്നാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. റോഡ് നല്ല ഫ്രീ ആണ്. അപ്പോൾ റോഡ് ഫ്രീ ആയിരിക്കുമ്പോൾ മാക്സിമം ഡ്രൈവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
ഇവിടെ നിന്നാണ് കേട്ടോ, ഈ ജംഗ്ഷനിൽ നിന്നാണ് കൊടൈക്കനാലിന് തിരിഞ്ഞു പോകേണ്ടത്. ഇവിടെ നിന്ന് 52 കിലോമീറ്റർ ആട്ടോ കൊടൈക്കനാലിലേക്കുള്ള ദൂരം. റോഡിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. രാത്രിയാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണേ. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. നമ്മുടെ യാത്രയിലെ രണ്ടാമത്തെ ടോൾ ഗേറ്റ് എത്തി. പക്ഷേ ഈ ടോൾ ഗേറ്റ് ഫങ്ഷനിങ് അല്ല. നമ്മൾ ചെമ്പട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലെത്തി. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയ പളനി, വലത്തോട്ട് പോയ മധുരൈ, നേരെ സ്ട്രെയിറ്റ് പോയ ദിണ്ടിഗൽ വഴി നമ്മൾ ചെന്നൈക്ക്. നമ്മൾ ദിണ്ടിഗൽ എത്തിയിട്ടോ. നമ്മൾ ദിണ്ടിഗൽ ടൗണിലേക്ക് കയറുന്നില്ല. ദിണ്ടിഗലിന്റെ ടൗൺ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് ചെന്നൈ ഹൈവേയിലേക്ക് കയറുവാണ് കേട്ടോ. നമ്മൾ ചെന്നൈ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ സർവീസ് റോഡിലൂടെ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ. അപ്പോൾ നമ്മൾ കുമളിയിൽ നിന്ന് വന്നിട്ട് ദിണ്ടിഗൽ എത്തിയിട്ടാണ് കേട്ടോ 4 ലൈൻ റോഡുകൾ കാണുന്നത്. ഇതിപ്പോൾ കുറേ നേരമായി ഇങ്ങനെ സർവീസ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആ സർവീസ് റോഡിൽ കൂടെ കുറേ ദൂരം മുമ്പോട്ടേക്ക് വന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജംഗ്ഷനിൽ നമ്മുടെ സർവീസ് റോഡിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് കുറച്ച് മുൻപോട്ടേക്ക് വന്ന് U-ടേൺ എടുത്ത് വീണ്ടും വന്ന് സർവീസ് റോഡിൽ കയറിയാണ് ഇപ്പം നമ്മൾ ഈ ഹൈവേയിലേക്ക് കയറാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കയറി. 4 വരി പാതയാണ്, അധികം വണ്ടികളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ രണ്ടാമത്തെ ടോൾ ഗേറ്റ് എത്തി. കാശ് കൊടുക്കേണ്ട രണ്ടാമത്തെ ടോൾ ഗേറ്റ്. ഇതിന് തൊട്ട് മുമ്പത്തെ ടോൾ ഗേറ്റിൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി വന്നില്ല. ആ ടോൾ ഗേറ്റ് ഫങ്ഷനിങ് ആയിരുന്നില്ല. ഈ ടോൾ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ദിണ്ടിഗലിനും തൃച്ചിക്കും ഇടയിലാണ് കേട്ടോ. നമ്മളെ ട്രിച്ചി ഹൈവേയിലായിരുന്നല്ലോ വന്നുകൊണ്ടിരുന്നത്. അതൊരു 4 ലൈൻ റോഡായിരുന്നു. അങ്ങനെ ട്രിച്ചി എത്തുന്നതിന് കുറച്ച് മുമ്പ് നമ്മളോട് ഗൂഗിൾ മാപ്പ് റൈറ്റ് എടുത്ത് ഈ റോഡിലേക്ക് കയറാൻ പറഞ്ഞു കേട്ടോ. ഈ റോഡ് നല്ല റോഡൊക്കെ തന്നെയാണ്. ഇതൊരു ബൈപ്പാസ് റോഡാണെന്ന് തോന്നുന്നു. ട്രിച്ചി ടൗൺ അവോയ്ഡ് ചെയ്ത് പോകാനുള്ള ബൈപ്പാസ് റോഡാണെന്ന് തോന്നുന്നു. ഇത് GST റോഡുമായിട്ടാണ് കേട്ടോ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു അപകടം നടന്നാണെന്ന് തോന്നുന്നു. കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. ഈ ട്രിച്ചി ടു ചെന്നൈ ഹൈവേയിൽ എപ്പോഴും വണ്ടികൾ ഭയങ്കര സ്പീഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ഓടിച്ചു വരുവാൻ.
ട്രിച്ചി വരെ ഞങ്ങൾ നല്ല ഫ്രീ ആയിട്ടാട്ടോ വന്നത്. റോഡിൽ വലിയ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. നാളെ ന്യൂ ഇയർ ആണ്, എന്നിട്ട് കൂടി റോഡിൽ ഒത്തിരി വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ട്രിച്ചി കഴിഞ്ഞ് അത്യാവശ്യം ട്രാഫിക് ഒക്കെ ഉണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ യെല്ലോയും ഓറഞ്ചും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ അടുത്ത ടോൾ പ്ലാസ എത്തിയിട്ടോ. ഈ ടോൾ പ്ലാസയുടെ പേര് ട്രിച്ചി പടലൂർ ടോൾ പ്ലാസ എന്നാണ്. നമ്മൾ ഒരു ഉച്ച സമയത്തൊക്കെയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഇവിടെ അത്യാവശ്യം റെസ്റ്റോറൻറ്റുകളുണ്ട്, പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, ചായ കുടിക്കാനും പറ്റിയ കടകളൊക്കെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ ട്രിച്ചിന്ന് വരുമ്പോൾ ആദ്യത്തെ ടോൾ പ്ലാസയാണ് കേട്ടോ. നമ്മൾ ട്രിച്ചിയിൽ നിന്ന് ഈ ചെന്നൈ ഹൈവേയിലേക്ക് കയറിയപ്പോൾ റോഡിൽ അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഈ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് റോഡ് ഫ്രീ ആണ്. ട്രിച്ചി ചെന്നൈ ഹൈവേയില് പെരമ്പലൂർ കഴിഞ്ഞ് റോഡിന്റെ പണി നടക്കുന്നുണ്ട്. കുറേ ദൂരം പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോ റോഡിൽ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സമയപുരം ടോൾ പ്ലാസ കഴിഞ്ഞ് കുറച്ച് മുൻപോട്ടേക്ക് വരുമ്പോൾ വീണ്ടും റോഡിന്റെ പണി നടക്കുന്നു. ഇങ്ങനെ ട്രിച്ചി മുതൽ ചെന്നൈ വരെ അവിടെ ഇവിടെയൊക്കെ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് കയറി. ഇവിടെയും റോഡിന്റെ വർക്ക് നടക്കുകയാണെന്ന് തോന്നുന്നു. ഈ സൈഡിൽ വർക്കിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. മേ ബി അപ്പർ സൈഡിലായിരിക്കും വർക്ക് നടക്കുന്നത്. ഈ ബ്രിഡ്ജിലുണ്ടല്ലോ, നാട്ടുകാർ ചോളം ഉണക്കുകയാണ്. വലിയ വലിയ ട്രാക്ടറുകൾ കൊണ്ടുവന്ന് ചോളം അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കിയേ കാണാം, റൈറ്റ് സൈഡിൽ ഫുള്ള് മഞ്ഞ കളർ കാണുന്നത് ചോളമാണ്. ട്രിച്ചിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ സ്ഥലത്താണ് കേട്ടോ റോഡിന്റെ വർക്ക് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഭാഗമൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാലും ബ്ലോക്ക് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ നാട്ടിലേക്ക് പോയപ്പോൾ ഇതായിരുന്നില്ല കേട്ടോ അവസ്ഥ. ഞങ്ങൾ ഡിസംബർ 23 നാട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. യൂഷ്വലി ഞങ്ങൾ ഭയങ്കര ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ, അതായത് ഒരു 7 മണി 7:30 8 മണിയൊക്കെ ആവും സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ ആ ദിവസം ഞങ്ങൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. വിളൂരം ഭാഗത്ത് ഞങ്ങൾ ഒരു 1/4 മണിക്കൂർ കിടന്നു. പക്ഷെ ഒരു 8 മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തവര് 1 മണിക്കൂർ മേലെയൊക്കെ ആ ബ്ലോക്കിൽ കിടന്നവരുണ്ട്. ഈ ബോഡിമെട്ട് വഴി പോകാൻ തീരുമാനിച്ചതിന് മെയിൻ കാരണം ഈ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. നമ്മൾ വിളുപുരം എത്തുന്നവരെ അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടി, അതും നാഷണൽ ഹൈവേയില്. അപ്പൊ ഞങ്ങൾ ഓർത്തു ഇനി ഉളുന്തൂർപേട്ട വഴി പോവുകയാണെങ്കിൽ സേലത്തും അതുപോലെ കോയമ്പത്തൂർ ഭാഗത്തും പിന്നെ വാളയാർ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഒക്കെ ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ക്രിസ്മസിന്റെ അടുത്ത ദിവസമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാം, ബോഡിമെട്ട് വഴി പോകാം. ഇൻ കേസ് നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് ആണെങ്കിൽ കമ്പത്തോ തേനിയിലോ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ ഇത് ഉളുന്തൂർപേട്ട കഴിഞ്ഞ് തൃച്ചിയൊക്കെ കഴിഞ്ഞ ശേഷം റോഡ് ഭയങ്കര ഫ്രീ ആയിരുന്നു അന്ന്. അപ്പൊ ഞങ്ങൾ വളരെ ഈസി ആയിട്ട് അന്ന് ഞങ്ങൾ നാട്ടിലെത്തി. നമ്മളിപ്പോ ഉളുന്തൂർപേട്ട ബ്രിഡ്ജ് കയറാൻ പോവാണ്. സേലത്തിന് പോകേണ്ടവര് ഉളുന്തൂർപേട്ടയിൽ നിന്നാണ് തിരിഞ്ഞു പോകേണ്ടത്.
നമ്മളിപ്പോൾ ഉളുന്തൂർപേട്ട ടോൾ പ്ലാസ എത്തിയിട്ടോ. നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വഴിക്കും നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കും ഭക്ഷണം കഴിക്കാൻ നിർത്താൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ടോൾ പ്ലാസ. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് പരിചയമുള്ള റെസ്റ്റോറൻറ്റുകളാണ്. വസന്തഭവൻ, സംഗീത, സ്റ്റാർ ബിരിയാണി, അഞ്ചപ്പർ, പിന്നെ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയ ഇബാക്കോ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഉളുന്തൂർപേട്ട ഒരു ബ്രേക്ക് എടുക്കാൻ പ്ലാൻ ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാം. ക്രിസ്മസിന് നാട്ടിലേക്ക് പോയവർക്ക് ഒരു 1.5 ബ്ലോക്ക് കൊടുത്ത സ്ഥലമാണ് കേട്ടോ ഇത് വിളുപുരമാണ്. ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ 23-ാം തീയതി നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് ഒരു അരമണിക്കൂറേ കിടക്കേണ്ടി വന്നോളൂ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ചിലരൊക്കെ 1 മണിക്കൂർ വരെ ഈ ട്രാഫിക് ബ്ലോക്കിൽ കിടന്നു. നട്ടുച്ചയ്ക്ക് കുട്ടികളുമായിട്ട് ഈ ബ്ലോക്കിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. സാധാരണ നാഷണൽ ഹൈവേസിൽ അങ്ങനെ ബ്ലോക്ക് ഒന്നും വരാറില്ല. ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഭയങ്കര ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ വിക്രവാണ്ടി ടോൾ പ്ലാസ എത്തിയിട്ടോ. ഇതിനടുത്തൊരു KFC ഉണ്ട്. രാവിലെ വണ്ടി കയറിയപ്പോൾ തന്നെ പിള്ളേര് പറഞ്ഞായിരുന്നു അവർക്ക് വിക്രവാണ്ടി ടോൾ പ്ലാസയുടെ അവിടെയുള്ള KFCന്ന് ബർഗർ കഴിക്കണമെന്ന്. ഞങ്ങൾ എപ്പോഴും നാട്ടിൽ ഈ വഴിക്കല്ലേ പോവുക, അതുകൊണ്ട് അവർക്ക് കടകളൊക്കെ നല്ല നിശ്ചയമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉളുന്തൂർപേട്ട ഭക്ഷണം കഴിക്കാൻ നിർത്തിയില്ല. ഇനിയിപ്പോൾ ഒരു KFC കഴിച്ചിട്ട് പോവാം. കുമളിയിൽ നിന്ന് ചെന്നൈക്കുള്ള ഞങ്ങളുടെ യാത്രയിലെ അവസാനത്തെ ടോൾ പ്ലാസ എത്തിയിട്ടോ. ഇത് ആത്തൂർ ടോൾ പ്ലാസ. ഞങ്ങൾ ഇവിടെ നിന്ന് ചെങ്കൽപ്പേട്ട് വഴിയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. നിങ്ങളിപ്പോൾ താമ്പരം വഴിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോൾ പ്ലാസ കൂടി വരും. നമ്മളിപ്പോൾ ചെങ്കൽപ്പേട്ടിന് തിരിയാൻ പോവുകയാണ് കേട്ടോ. പാലാ ബ്രിഡ്ജ് കഴിഞ്ഞ് ഒരു ഫ്ലൈ ഓവർ വരും. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് ലൈൻ പിടിച്ചിട്ട് കുറച്ച് മുൻപോട്ടേക്ക് പോയി ആ ഫ്ലൈ ഓവറിന്റെ അടിയിലൂടെ റൈറ്റ് തിരിഞ്ഞു വേണം ചെങ്കൽപ്പേട്ടിന് പോവാൻ. ഞങ്ങളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും ഞങ്ങളുടെ വീട് ചെന്നൈ സെൻട്രൽ ഭാഗത്തല്ല, ഞങ്ങളുടെ വീട് ചെന്നൈയുടെ സൗത്ത് ഭാഗത്താണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ചെങ്കൽപ്പേട്ടിന് പോയിട്ട് അവിടുന്ന് ചെങ്കൽപ്പേട്ട് തിരുപ്പൂരൂർ റോഡ് വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഈ റോഡ് ഇത് എപ്പോഴും ഇങ്ങനെയായിരിക്കും കേട്ടോ. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വലിയ ട്രാഫിക് ഒന്നും ഇല്ല കേട്ടോ. ഇത് വണ്ടല്ലൂർ കേളമ്പക്ക റോഡുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾക്ക് തിരിയേണ്ടത്. ഞങ്ങൾക്ക് മാമ്പക്കം ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. ഈ വഴിക്ക് വരുമ്പോഴുള്ള ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒരു 500 മീറ്റർ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കേണ്ടത്. ഇതിന്റെ 2 സൈഡും കാടാണ്. നമ്മൾ ചെങ്കൽപ്പേട്ട് തിരുപ്പൂരൂർ റോഡിൽ നിന്ന് മാമ്പക്കം തിരിഞ്ഞ ഉടനെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഭാഗം വരുന്നത്. പിന്നെ ട്രാഫിക്കിലൊന്നും കിടക്കണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ എപ്പോഴും ഈ റോഡാണ് കേട്ടോ എടുക്കാറ്. ഞങ്ങളുടെ വീട് വരുന്നത് നാവല്ലൂർ, താലമ്പൂർ ആ ഒരു ഏരിയയിലാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഈ റോഡ് ചൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. ട്രാഫിക്കിൽ കിടക്കാതെ വീട്ടിലെത്താം. ഞങ്ങൾ
ഞങ്ങളിപ്പോൾ മാമ്പക്കം എത്തി. മാമ്പക്കത്ത് ഞങ്ങൾ മേടോക്കൻ ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ കുമളിയിൽ നിന്ന് ചെന്നൈ വരെയുള്ള ഞങ്ങളുടെ ഈ റോഡ് ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. റോഡിൻ്റെ കണ്ടീഷനും പിന്നെ ടോൾ വിവരങ്ങളും പിന്നെ റെസ്റ്റോറൻറ്റുകളുടെ വിവരങ്ങളും ഒക്കെ മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.